ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകുന്നു. രാവിലെ 10 മണിക്ക് കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തുന്നതോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് മുൻപ് കൊടിയേറ്റ് നടക്കുന്നത് പോലെ ചില ദേവീക്ഷേത്രങ്ങളിൽ നടക്കുന്ന ചടങ്ങാണ് കാപ്പുകെട്ട്. ആറ്റുകാലിൽ കുംഭത്തിലെ പൂരം നക്ഷത്രവും പൗർണമിയും ഒത്തുവരുന്ന ദിവസമാണ് പൊങ്കാല നടക്കുന്നത്. അതിനും 9 ദിവസം മുൻപ് കാർത്തിക നാളിൽ നടക്കുന്ന ഒരു പ്രത്യേക ചടങ്ങാണ് കാപ്പുകെട്ട്. ക്ഷേത്രത്തിനു മുന്നിൽ പച്ച ഓല കൊണ്ട് തൽക്കാലത്തേക്ക് ഒരു പന്തൽ കെട്ടും. ഈ പന്തലിലിരുന്ന് തോറ്റംപാട്ടുകാർ കണ്ണകീചരിതം പാടും. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ വരവിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് പാട്ട് ആരംഭിക്കുന്നത്. തോറ്റംപാട്ടിലൂടെ ഈ ഒരുക്കങ്ങൾ വർണ്ണിച്ച് ഭഗവതിയുടെ വരവിനായി പാട്ടിലൂടെ ഭക്തരും ആശാനും പ്രാർത്ഥിക്കുന്നു. പാട്ടിനിടയിൽ ആശാൻ ഇടയ്ക്കിടയ്ക്ക് ഇടത് കണ്ണടച്ച് വലതിലൂടെയും വലത് കണ്ണടച്ച് ഇടതിലൂടെയും ശ്രീകോവിലേക്ക് നോക്കും. അന്തരീക്ഷത്തിൽ നിന്ന് ശ്രീകോവിലിനുള്ളിലേക്ക് ഒരു ദിവ്യപ്രകാശം പ്രവേശിച്ചതായി കണ്ടാൽ കൊടുങ്ങല്ലൂർ ഭഗവതി വന്നതായി ആശാൻ പാട്ടിലൂടെ അറിയിക്കും. ഇത് അറിയുന്ന നിമിഷം കൂട്ടക്കതിനവെടിയും കുരവയും ദേവീസ്തുതിയും നാമജപവും കൊണ്ട് അന്തരീക്ഷം മുഴങ്ങും. ഈ സമയത്ത് ആറ്റുകാൽ ഭഗവതിയുടെ വാളിലേക്ക് ക്ഷേത്രം തന്ത്രി കൊടുങ്ങല്ലൂർ ഭഗവതിയെ ആവാഹിക്കും. അതിനുശേഷം ദേവിയുടെ ഉടവാളിൽ പഞ്ചലോഹം കൊണ്ടുള്ള ഒരു മോതിരം ബന്ധിക്കുകയും മറ്റേത് മേൽശാന്തി ധരിക്കുകയും ഒപ്പം ഒരു നേരിയത് കിരീടം പോലെ ഞൊറിഞ്ഞ് വിഗ്രഹത്തിൽ ധരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് കാപ്പുകെട്ട്. കൊടുങ്ങല്ലൂർ ഭഗവതിയെ എഴുന്നള്ളിച്ച് ആറ്റുകാൽ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത് മുതൽ പാണ്ഡ്യരാജാവിന്റെ വധം വരെയാണ് പൊങ്കാലയ്ക്ക് മുൻപ് 9 ദിവസങ്ങളിലായി തോറ്റംകാർ പാടി തീർക്കുന്നത്. 7ാം ഉത്സവ ദിവസം രാവിലെ 7 മണിക്ക് നട തുറക്കും. കോവലന്റെ മരണത്തിന്റെ ദുഃഖസൂചകമായാണ് അന്നേ ദിവസം നട തുറക്കുന്നത് താമസിക്കുന്നത്. 9ാം ഉത്സവ ദിവസം രാവിലെ പാണ്ഡ്യവധം പാടിത്തീരുമ്പോൾ പൊങ്കാല അടുപ്പിൽ തീ പകരും. അതിന് തലേ ദിവസം, അതായത് മകൻ നാളിലാണത്രേ കണ്ണകി മധുരാപുരി ചുട്ടരിച്ചിട്ട് ആറ്റുകാലിൽ തിരിച്ചെത്തിയത്. അപ്പോൾ കണ്ണകിയെ സ്ത്രീകൾ പൊങ്കാലയിട്ടു സ്വീകരിച്ചു എന്ന് വിശ്വാസം. പൊങ്കാല കഴിയുന്ന രാത്രി കൊടുങ്ങല്ലൂർ അമ്മ മണക്കാട് ശാസ്താക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. പിറ്റേ ദിവസം 11 മണിയോടെ തിരിച്ചെത്തുന്നു. തുടർന്ന് ശുഭമുഹൂർത്തത്തിൽ കാപ്പഴിക്കൽ ചടങ്ങ് നടക്കും. അതായത് അമ്മയെ തിരികെ യാത്രയാക്കി ആചാരവിധികളോടെ കൊടുങ്ങല്ലൂരിൽ എത്തിക്കുന്ന ചടങ്ങ്. കാപ്പഴിക്കുന്നതിനു മുൻപ് പാട്ടുകാർ പൊലിപ്പാട്ട് പാടി ദേവിയെ വാഴ്ത്തുന്നു. ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകാൻ വേണ്ടിയാണ് പാട്ടുകാർ പ്രാർത്ഥിക്കുന്നത്. പൊലിപ്പാട്ട് പാടുമ്പോൾ ക്ഷേത്രം തന്ത്രി ആറ്റുകാൽ ഭഗവതിയുടെ ഉടവാളിൽ ബന്ധിച്ചു വെച്ച കാപ്പ് അഴിച്ചു മാറ്റും. ഒപ്പം മേൽശാന്തിയുടെ കയ്യിൽ നിന്നും കാപ്പഴിക്കും. പിന്നെ തന്ത്രി ദേവിയുടെ മൂലവിഗ്രഹത്തിൽ ഞൊറിഞ്ഞിട്ട നേരിയത് അഴിച്ച് ആചാരപ്രകാരം മടക്കി പഞ്ചലോഹ നിർമ്മിതമായ കാപ്പുകൾ സഹിതം ആശാനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ കാപ്പഴിക്കൽ കഴിയും. പിന്നെ കുടിയിളക്കലും കുരുതി സമർപ്പണവും നടത്തിയാൽ ആറ്റുകാൽ ഉത്സവം സമാപിക്കും. ഇനിയുള്ള ദിവസങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് മാത്രമെന്നല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, ലോകത്ത് അങ്ങോളം ഇങ്ങോളം എല്ലാവർക്കും പ്രാർത്ഥനയുടെ ദിനങ്ങളാണ്. ആറ്റുകാൽ അമ്മയുടെ നടയിൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കത്തിനുള്ള ദിനങ്ങളാണ്. ഇന്ന് വൈകിട്ട് 6-ന് കലാപരിപാടികളോടെ ഉദ്ഘാടനം നടി നമിത പ്രമോദാണ് നിർവഹിക്കുക. ആറ്റുകാൽ അമ്പ പുരസ്കാരം ഡോക്ടർ കെ ഓമനക്കുട്ടിക്ക് സമർപ്പിക്കും. 13-നാണ് പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല. ചോറൂണ് നൽകിയ നടയിൽ വിശിഷ്ട അതിഥിയായി എത്തുന്നത് വലിയ പുണ്യമായി കരുതുന്നു എന്നാണ് നമിതയുടെ വാക്കുകൾ. മനസ്സർപ്പിച്ച് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ആറ്റുകാലമ്മ മനസ്സറിഞ്ഞ് തന്റെ ഭക്തരെ സഹായിക്കുന്നു. അനേകായിരങ്ങളുടെ അനുഭവമാണിത്. ഐശ്വര്യത്തിനും ഇഷ്ടകാര്യസിദ്ധിക്കും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചാൽ മതി എന്നാണ് വിശ്വാസം. ആറ്റുകാൽ ഭഗവതിയെ കൗമാരക്കാരിയായ കണ്ണകിയായാണ് സങ്കല്പിച്ചിരിക്കുന്നത്. എന്നാൽ ഭക്തജനങ്ങൾ മാതൃസങ്കല്പത്തിലാണ് ആരാധിക്കുന്നത്. പൊങ്കാല ഇടുന്നവരെല്ലാം വ്രതമെടുക്കണം. കാപ്പുകെട്ടു മുതൽ വ്രതം അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള 9 ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. 7, 5, 3 ദിവസങ്ങൾ വ്രതം അനുഷ്ഠിച്ച് പൊങ്കാല ഇടുന്നവരുമുണ്ട്. ആത്മാവ് ദേവിക്ക് സമർപ്പിക്കുന്നത് പൊങ്കാലയെ കൂടുതൽ തൃപ്തമാക്കും. വ്രതം എന്നാൽ ഭക്ഷണത്തിന്റെ നിയന്ത്രണം മാത്രമല്ല, ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണം കൂടിയാണ്. വ്രതമെടുക്കുന്ന 9 ദിവസങ്ങളിലും എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. സർവ്വദുരിതവും മാറ്റിത്തരണമേ, അനുഗ്രഹം ചൊരിയണമേ, നവഗ്രഹ ദുരിതങ്ങളും മാറ്റിത്തരണമേ, ദൃഷ്ടിദോഷം, വെളിദോഷം, ശാപദോഷം എന്നിവ മാറ്റിത്തരണമേ എന്ന് ഭക്തിയോടെ പ്രാർത്ഥിക്കണം. എന്തായാലും ഇനിയുള്ള നാളുകൾ തിരുവനന്തപുരത്തുകാർക്ക് വലിയ ഉത്സവ ദിവസങ്ങളാണ്. എല്ലാ കണ്ണുകളും എല്ലാ പാദങ്ങളും ആറ്റുകാൽ നടയിലേക്ക്. ന്യൂസ് ഡെസ്ക് കർമാനസ്.